ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ മസാലയാണ്. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാനകത്ത് ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, 3 തക്കാളി. നല്ല ചുമന്ന തക്കാളി ആണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. 1 ടീസ്പൂൺ ഫുള്ള് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 കഷ്ണം ഉണക്കമുളക്. പിന്നെ വേണ്ടത് മല്ലിയിലയുടെ വേരും തണ്ടൂടെ. അത് നമ്മുടെ ഗ്രേവിക്ക് നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു ഐറ്റംസാണ്. പിന്നെ ആവശ്യമുള്ളത് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഉപ്പ് നമ്മൾ കറി ഗ്രേവിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചേർക്കാം. ഇത് ഇനി ഒരു അരമണിക്കൂർ ഇരുന്ന് തിളച്ച് വെന്ത് ഈ സവാളയും തക്കാളിയും നല്ലപോലെ വേകണം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങയുടെ നീര്, ഒരു നുള്ളു ഗരം മസാല, കട്ട തൈര്. ഇപ്പം നമുക്ക് വീട്ടിൽ കട്ടത്തൈര്, ഇതുപോലത്തെ കട്ടത്തൈര് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ തൈര് ഒരു തോർത്തിലോ തുണിയിലോ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കട്ട തൈര് കിട്ടുന്നതാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഒരു പകുതി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പും ബദാമും. ഇതിനി വെന്ത് വെള്ളം വറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രേവി അരച്ചെടുത്തത് പാനിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും ഇട്ട് കറുവ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്ര ഇട്ടിട്ട് ആ അരച്ചത് നമ്മൾ അരിച്ച് ഒഴിച്ച് തിളച്ച് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇടുകയാണ്. 1 നുള്ളു ഗരം മസാല, 1 നുള്ളു കസൂരി മേത്തി, അത് ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് ഉപ്പൂടെ. ഇതിനകത്ത് തീ കുറച്ചൊരു 10 മിനിറ്റോടെ വേവിക്കുക. അതിനുശേഷം നമുക്ക് ക്രീം ഒഴിച്ച് ഫിനിഷ് ചെയ്യാം. 1 സ്പൂൺ ബട്ടർ, കുറച്ച് മല്ലിയില,